ഞാൻ ഈ തളിപ്പറമ്പെന്നല്ലേ പാർട്ടി പ്രവർത്തനം. ഈ ഗോവിന്ദ മാഷ് ഞാൻ ഒരു കമ്മിറ്റിയിലല്ലേ. ഇയാൾ അത്ര വലിയ മഹാനൊന്നും അല്ലല്ലോ. അയാൾ എന്നെ വർഗ്ഗവഞ്ചകൻ എന്നൊക്കെ പറയുന്നത് പാർലമെൻറ്റ് വ്യാമോഹി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. എനിക്ക് അയാളെക്കുറിച്ച് പറയാൻ ഒരുപാട് കഥയുണ്ട്. അപ്പോൾ ഈ കാര്യമെല്ലാം പിണറായിയായിട്ട് ആലോചിച്ച് വെച്ചത് തന്നെയായിരിക്കും. ഗോവിന്ദ മാഷും പിണറായിയായിട്ട് ആലോചിക്കാണ്ട് ഇയാൾ വെക്കില്ല. അത്രയേറെ ആസൂത്രിതമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ CPM അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസിനകത്തും PMC നടപ്പിലാക്കുന്നതിന് എതിരെ അഭിപ്രായമുണ്ട്, മുസ്ലിം ലീഗിൻ്റെ അകത്ത് PMC നടപ്പിലാക്കുന്നതിനെതിരെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിദഗ്ധ കമ്മിറ്റി അവർ വെച്ചിട്ടുണ്ട്. ആ വിദഗ്ധ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ PMC നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് തളിപ്പറമ്പിൻ്റെ MLA TK ഗോവിന്ദൻ മാസ്റ്ററാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. TK ഗോവിന്ദൻ MLA. ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തയ്യാറാക്കുമ്പോൾ പിണറായിയും MV ഗോവിന്ദനൊക്കെ ഇരുന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് വായിക്കുന്നു. ഈ രീതിയാണോ ശരിക്കും നടന്നത്? അല്ല, ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ രീതി ജില്ലാ സെക്രട്ടേറിയറ്റാണ് പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ. ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെയാണോ? കണ്ണൂരിന്റെ കാര്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെയാണ് ആദ്യത്തെ ചർച്ച നടന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ ഞാൻ പറയട്ടെ. അതായത് പിന്നെ നടപടിക്രമം മുമ്പൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കാലമായല്ലോ ഈ പാർട്ടിയിൽ. ഇതിൽ മുമ്പൊക്കെ നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്താ? ജില്ലാ സെക്രട്ടേറിയറ്റാണ് പ്രപ്പോസൽ തയ്യാറാക്കുക. ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ആണല്ലോ പ്രപ്പോസൽ വെക്കുക. സെക്രട്ടറി എന്താ ചെയ്യുക? സെക്രട്ടറി സാധാരണയായിട്ട് ഈ ജില്ലയിലുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ അവരൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു പ്രപ്പോസൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെക്കുക. പക്ഷേ ഇത്തവണ വെക്കുന്നതിൽ അങ്ങനെ ഒരു ആലോചന നടന്നിട്ടില്ല. നടന്നത് ചില ആളുകൾ മാത്രമായിട്ടുള്ളതാണ്. ഞാൻ ധരിക്കുന്നത് ഈ സെക്രട്ടറി പിണറായിയായിട്ട് ആലോചിക്കാതെ ഒരു കാര്യവും നടത്തില്ല. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഈ കാര്യമെല്ലാം പിണറായിയായിട്ട് ആലോചിച്ച് വെച്ചത് തന്നെയായിരിക്കും. ഗോവിന്ദ മാഷും പിണറായിയായിട്ട് ആലോചിക്കാണ്ട് ഇയാൾ വെക്കില്ല. അപ്പോൾ എല്ലാ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരുമായിട്ടും ആലോചിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ സെക്രട്ടറി ആയിട്ടും പിണറായി ആയിട്ടും മാത്രം ആലോചിച്ച് ഒരു പ്രപ്പോസൽ വെച്ചു. ഈ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ളത് അത് വനിതാ സംവരണമാക്കി മാറ്റി. അത് മാഷയുടെ താല്പര്യമാണ്. ആ താല്പര്യം വെച്ചാൽ കളവൊരിക്കൽ ഇതിനു മുമ്പേ നടന്നിട്ടുണ്ട്. ഇതിൽ കൊണ്ടുവരുന്ന കളവൊരിക്കൽ നടന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയും. കുറേ കാര്യങ്ങളുണ്ട്. പതടുക്കൽ നടന്നിട്ടുണ്ട്. ഇവർ അഖിലേന്ത്യാ നേതാവാണെന്ന് വരുത്തിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കുറേ കളവൊരിക്കൽ ഉണ്ടായിരുന്നു. മഹിളാ അസോസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നൊരു നടപടി ഉണ്ടായപ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് അടുത്ത സ്ഥാനാർത്ഥിയായിരിക്കും, സൂക്ഷിച്ചോളണേ എന്ന്. മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ ആ ഒരു കളവൊരുക്കൽ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തളിപ്പറമ്പിൽ ആയിരിക്കണം, തളിപ്പറമ്പിൽ ഒരു മകളേനെ വേണമെന്ന് തീരുമാനമല്ല, ഇത് അഭിപ്രായമാണ്. ഇത് ആരാ എങ്ങനെ അഭിപ്രായം വെക്കുന്നത്? രാകേഷാണല്ലോ ജില്ലാ സെക്രട്ടറി അഭിപ്രായം വെക്കുന്നത് ഈ മാഷോടും സംസ്ഥാന സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അഭിപ്രായം വെക്കുകയില്ല. അപ്പോൾ ആലോചിച്ചിട്ടുള്ളൊരു പ്രപ്പോസലാണ് ഇവരോട് വെക്കുന്നത്. ഇവിടെയുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരോടോ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരോടോ ഒന്നും ആലോചിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെയാണ് ഈ പ്രപ്പോസൽ ഇയാൾ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് പറയുന്നത്, ഇവിടെ ഒരു മകളെയായിരിക്കണം. അപ്പോൾ അതിനെല്ലാം ഞാൻ അതിൻ്റെ കഥകൾ മുമ്പേ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിച്ച് അതിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ വെച്ചപ്പോൾ ഈ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. സാധാരണയായിട്ട് അത്തരം എതിർപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ പാർട്ടി സ്വീകരിക്കുന്ന രീതിയുണ്ട്. ഒരു ചെറിയ എതിർപ്പുകളെങ്കിൽ അതെല്ലാം ബോധ്യപ്പെടുത്തി പോകും. പക്ഷേ എൻ ബ്ലോക്കായി 100% പാർട്ടിയിൽ എതിർപ്പ് വരുമ്പം പാർട്ടി നേതൃത്വം ചിന്തിക്കലായിരുന്നു, ഒരു പുനരാലോചന നടത്തണമായിരുന്നു. അതാ പാർട്ടിയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്, ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത്. അത് തീരെ അംഗീകരിച്ചില്ല. അതും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറിക്കോളും എന്നുള്ള അഭിപ്രായം ലാഘവത്തോടിട്ടാണ് മാഷ് കണ്ടത്. എന്ന് പറഞ്ഞാൽ അത്രയേറെ ആസൂത്രിതമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ CPM അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പാർട്ടി അംഗീകരിക്കുന്നതിന് മുമ്പേ തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ പ്രചരണ സാമഗ്രികൾ തയ്യാറാക്കുന്ന പ്രവർത്തനം വരെ നടന്നിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം ആസൂത്രിതമായിട്ടാണ് ആ പരിപാടി അവിടെ നടന്നത്. സാധാരണ ഈ മണ്ഡലം കമ്മിറ്റികളിലൊക്കെ എതിർപ്പ് ഉയരുമ്പോൾ അതിലൊരു ചർച്ച വീണ്ടും നടത്താറില്ലേ പാർട്ടി? തീർച്ചയായിട്ടും നടത്തേണ്ടതാണ്. നടത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഗോവിന്ദ മാഷുണ്ട്, മണ്ഡലം കമ്മിറ്റിയിൽ ഗോവിന്ദ മാഷുണ്ട്. ഇതെല്ലാം മാഷ് കേൾക്കുന്നുണ്ട്. മാത്രമല്ല പാർട്ടി നേതാക്കന്മാർ മുഴുവനും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പാർട്ടിയെ ധരിപ്പിക്കേണ്ടതാണ്. ഗോവിന്ദ മാഷ് കേട്ടാൽ ഗോവിന്ദ മാഷ് മറ്റുള്ളവർ ധരിപ്പിക്കും. ഇയാളാണല്ലോ ഇതിൻ്റെ ആള്. സെക്രട്ടറിനെ ധരിപ്പിക്കുക. ഇയാൾ സെക്രട്ടറി ഇത് കേൾക്കുന്നുണ്ടല്ലോ.
സമയത്തെങ്കിലും ഒരു പുനരാലോചന പാർട്ടി പയ്യന്നൂരിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പിന്നെ ഇവിടെ തളിപ്പറമ്പിനെ സംബന്ധിച്ചും നടത്തിയിരുന്നെങ്കിൽ പയ്യന്നൂരും തളിപ്പറമ്പും തോക്കില്ല, തൃക്കരിപ്പൂര് തോക്കില്ല. തൃക്കരിപ്പൂര് ഇതിൻ്റെ കാറ്റാ. തൃക്കരിപ്പൂര് ഒരു പാലക്കാട് നിൽക്കുന്ന ഇദ്ദേഹമാണല്ലോ, സന്ദീപ് വാര്യരാണല്ലോ ഒരു ദിവസം അവിടെ വന്ന് VPP മുസ്തഫയെ പോലുള്ള ഇഷ്ടപ്പെടുന്ന ആളെ തൃക്കരിപ്പൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ നിന്നും തോൽപ്പിക്കുന്നത്. അപ്പം ഈ ഒരു വികാരം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഗതി പാർട്ടിക്ക് വരില്ല. കേരളത്തിലും ഇത്ര ദയനീയമായ പരാജയം പാർട്ടിക്ക് VK ശ്യാമളെ അല്ല മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ TK ഗോവിന്ദൻ മാഷ് മത്സരിക്കണം എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു. ഞാനത് പലകുറി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞാൻ മത്സരിക്കാനേ ഉണ്ടാവില്ല. മത്സരിക്കാനുണ്ട്. ഞാൻ ഈ ഒരു വാശിയിൽ, അതായത് ഇത്രയും പാർട്ടിയിൽ എതിർപ്പ് നടന്നിട്ടും അത് ഈ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കണം എന്ന് പാർട്ടി സെക്രട്ടറി വാശി പിടിക്കുമ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള ഒരു എതിർപ്പാണ്. ഒരു കണ്ണ് തുറപ്പിക്കണം എന്ന് അത് മാത്രമാണ് ഞാൻ സ്ഥാനാർത്ഥി. ഞാൻ വേറൊരു സെക്രട്ടറി തന്നെ പറഞ്ഞത് അങ്ങനെ വനിത വേണമെങ്കിൽ സുകന്യ മത്സരിക്കട്ടെ എന്ന് പലരും സെക്രട്ടറിയേറ്റ് പറഞ്ഞില്ലേ. സുകന്യ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരിക്കും തെരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ, അല്ലെങ്കിൽ വേറൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ അങ്ങനെ KK ശൈലജ ആണെങ്കിൽ പോലും ആരായിരുന്നാലും ആര് സ്ഥാനാർത്ഥിയായിരുന്നാലും ഞാൻ മത്സര രംഗത്ത് ഉണ്ടാവില്ല. ഞാൻ മത്സരിക്കാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടാവില്ല. ഈ ഒരു വാശി പൊടുന്നനെ ഉണ്ടായിട്ടുള്ള ഒരു വികാരമാണ്. അതിലേക്ക് ഒരു മനസ്സിനെ പാകപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഈ 6 പതിറ്റാണ്ട് ഇങ്ങനെ പാർട്ടി, എൻ്റെ പാർട്ടി, അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന TK ഗോവിന്ദൻ മാഷൊക്കെ നമ്മൾ കാണുന്നത് CPM-ൻ്റെ ഇപ്പോൾ മയ്യിൽ ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ പാർട്ടിയാണ് TK ഗോവിന്ദൻ. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അങ്ങനെ അത് പറയുമ്പോൾ അത് പറയാനുണ്ടായ ആ ഒരു മനസ്സെങ്ങനെയായിരുന്നു? അത് എന്നെ തന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്, എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാര്യം ഞാൻ വാർഡിൽ ബൂത്തിൽ ഉള്ള നടത്തേണ്ട പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്ത് ബൂത്തിലുള്ള ഫുൾ ടൈം പ്രവർത്തകന്മാരെ വരെ നിശ്ചയിച്ചിട്ട് ഭാര്യ ഏരിയ കമ്മിറ്റിയിൽ നിൽക്കുകയാണ്, ശ്രീകണ്ഠാപുരത്ത്. അതെ കമ്മിറ്റിയിൽ. അതെ അതെ. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ തീരുമാനം ഇങ്ങനെയൊക്കെ വരുന്നത്. ഞാൻ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. തളിപ്പറമ്പിൽ ചർച്ച ചെയ്യുമ്പം DC-യിൽ ഉയർന്നു വരുന്ന വികാരത്തിന് മാറ്റം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ ഈ കമ്മിറ്റികളിലാകെ വന്നിട്ടൊരു മാറ്റമില്ല. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. 60 കൊല്ലം പഴയത്തിലെ പാർട്ടി, ആ പാർട്ടിക്ക് എതിരായിട്ട് ഞാൻ മത്സരിക്കാനുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഈ 60 കൊല്ലം ഞാൻ അധ്വാനിച്ച പാർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അനുഭവം, ഈ 60 കൊല്ലത്തെ പാർട്ടിയുള്ള ആ ഒരു എന്താ പറയേണ്ട വിശ്വാസ്യതയും കൂർണയും തകർക്കുന്ന നിലപാട് ഉണ്ടായി. ആർക്കുണ്ടായി? ഈ സ്ഥാനാർത്ഥി മൂലം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത്, എനിക്ക് ആ വിരോധമാണ്, പിന്നെ ആ ഒരു പ്രതിഷേധമാണ് എനിക്ക് 60 കൊല്ലത്തെ അനുഭവത്തിൽ പ്രതിഷേധമാണ് മേലെ വന്നത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സരിക്കാൻ വേണ്ടി. എല്ലാവരോടും ആലോചിച്ചിരുന്നോ? ഭാര്യയോടും ഒരാളോടും ആലോചിക്കില്ല. ഒരാളോടും ഞാൻ അങ്ങനെ ഒരാലോചനയും നടത്തിയിട്ടില്ല. അങ്ങനെ പറയും, അങ്ങനെ ഒരു ആലോചന കൂട്ടായിട്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ മത്സരിക്കുക പറഞ്ഞല്ലോ, പറയാം. സ്വാഭാവികമായിട്ട് ഞാനിങ്ങനെ മത്സരിക്കുന്ന പൊടുന്നനെ തീരുമാനിച്ച യഥാർത്ഥത്തിൽ അതെന്നെ പറഞ്ഞ എനിക്ക് തന്നെ അത്ഭുതമായി തോന്നുന്നത്. കാരണം ഞാൻ ഒരു പ്ലാനിങ്ങോ ആരോടും ആലോചിച്ചിട്ടുമല്ല, ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കും. KP രമണി താങ്കളുടെ ഭാര്യയ്ക്കൊക്കെ കണ്ണിന്ന് വെള്ളം വരുന്ന രീതിയിലാണ് പിന്നീട് പ്രതികരണങ്ങളൊക്കെ കണ്ടത്. അത് പാർട്ടി, ഈ ശരീരം മുഴുവൻ മനസ്സ് മുഴുവൻ പാർട്ടി എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളുടെ ഒരു സഹധർമ്മിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു വേദന നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അത് അവരും ഒരുപാട് കാലം ഈ പാർട്ടി പ്രവർത്തിച്ച ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടും മകളേൻ്റെ ജില്ലാ ഭാരവാഹിയായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. ഈ പാർട്ടിയിൽ തന്നെയാണ് അവളും പ്രവർത്തിച്ചിട്ടുള്ളത്. മുഴുവൻ സമയം എന്ന് പറഞ്ഞ മാതിരി പ്രവർത്തിച്ച ആളാണ് അവരും. അവർക്കും ആ വിഷമം ഉണ്ടാവും, എനിക്ക് വിഷമമുണ്ട്. ഇപ്പം തന്നെ എനിക്ക് എൻ്റെ സഹകളെ കാണുമ്പോൾ അങ്ങേറ്റം വിഷമമില്ലേ. ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഒരു വൈകാരികമായ ഒരു കാര്യം ഞാൻ പറയാം. ഞാനത് തളിപ്പറമ്പിൽ സന്തോഷ്, ഞാൻ പറയാം, തളിപ്പറമ്പിലെ പാർട്ടി ജില്ലാ സമ്മേളനം ഞാനാണല്ലോ നടത്തിയത്. ഞാനാണല്ലോ ഇതിൻ്റെ സന്തോഷം ഞാൻ യോജിച്ച് നടത്തിയത്. മാത്രമല്ല അടുത്ത എല്ലാ പാർട്ടി ചുമതലയും ഞാനാണ്. സന്തോഷമായിട്ട് നല്ല യോജിച്ച പ്രവർത്തനമാണ് അവിടെ നടന്നത്. സന്തോഷം ചെയ്ത് കാര്യം പ്രവർത്തിക്കുന്നത് മിടുക്കനായിട്ടുള്ള ഒരുത്തനാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ പോകുമ്പോൾ സന്തോഷോട് പറഞ്ഞു, സന്തോഷം, എനിക്കിതിൽ ശക്തിയായി പ്രതിഷേധമുണ്ട്, എനിക്ക് യോജിച്ച് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിട്ടുപോവാണ്. ഞാൻ ഇത് സംബന്ധിച്ച് പത്രസമ്മേളനം വിളിച്ച് പറയും. ഞാൻ സന്തോഷോട് പറഞ്ഞു. സന്തോഷം ഞാനും വർത്തമാനം പറഞ്ഞപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ മാഷ് പോകരുത് എന്നുള്ള അഭിപ്രായം സന്തോഷമുണ്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എന്തായാലും ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരം പൂർത്തീകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ സന്തോഷം, നീ എന്നോട് ഇനി വർത്തമാനം പറയണ്ട. അതെ, പറഞ്ഞാൽ എനിക്കും പൂർത്തിയാക്കാൻ എനിക്കാവില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പോൾ പറയുമ്പോൾ എനിക്ക് കരച്ചിലുണ്ട്. സന്തോഷിൻ്റെയൊക്കെ വിട്ടുപോകാന്ന് പറയുന്നത്
വലിയൊരു ഒരു ഒരു ഇതാണ്. പക്ഷേ ഇപ്പോൾ അവരെല്ലാം എന്നെ ശത്രുക്കളാക്കി മാറ്റാനുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് ആക്കുന്നുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, അത് പാർട്ടിക്ക് വേണ്ടി വരും. കണ്ണു നിറയുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അതെല്ലാം വിചാരിക്കുമ്പോൾ എനിക്ക് ഞാൻ ഈ തളിപ്പറമ്പ് എന്നല്ലേ പാർട്ടി പ്രവർത്തനം ആരംഭം. ഈ ഗോവിന്ദൻ മാഷ് ഞാൻ ഒരു കമ്മിറ്റിയിലല്ലേ, ഇയാൾ അത്ര വലിയ മഹാനൊന്നും അല്ലല്ലോ. അയാൾ എന്നെ വർഗ്ഗവഞ്ചകൻ എന്നൊക്കെ പറയുന്നുണ്ട്, പാർലമെൻറ്റ് വ്യാമോഹി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. എനിക്ക് അയാളെക്കുറിച്ച് പറയാൻ ഒരുപാട് കഥയുണ്ട്, കാര്യമുണ്ട്. ഞാനത് പറയില്ല, കാരണം അത്ര ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് വന്ന ആളാണ്. എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. അയാൾ എങ്ങനെയാണ് പിന്നെ രാഘവൻ പ്രശ്നം വന്നപ്പോൾ ഒക്കെ എടുത്ത് നിലപാടെന്തായിരുന്നു എന്നും ഞാൻ അയാളെ സംരക്ഷിക്കുന്നതിന് പങ്കുവച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതായത് ഇന്ന് പാർട്ടിയിൽ ആ എം വി തീർച്ചയായിട്ടും ഗോവിന്ദനൊക്കെ ഇന്ന് നിൽക്കുന്നത് ഇത് വിട്ട് എം പി രാഘവൻ പ്രശ്നം വന്നപ്പോൾ പാർട്ടി സൈഡിൽ നിന്ന് വിട്ട് സ്കൂൾ ജോലിക്ക് പോയതാണ്. ഞാൻ അന്നേരം പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. അന്നേരം ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പഴയ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് മാഷ് എന്നെ വല്ലാതെ രീതിയിൽ പാർലമെന്ററി വ്യാമോഹി, പറയിപ്പിക്കരുത്. വഞ്ചകൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുണകരമായിരിക്കില്ല എന്ന് അയാളോട് പറയാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാനിതിങ്ങനെ പറഞ്ഞു. കാരണം ഇപ്പോൾ ആ ജയരാജനും നിങ്ങളും കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പ്രശ്നം വിട്ടതല്ലേ. ഇപ്പോൾ ഒരു സജീവ ചർച്ച കേരളത്തിലൂടെ കൊണ്ടുവന്നില്ലേ, ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കും പറയാനുണ്ട്. ഞാൻ പറയുന്നതും ജനം കേൾക്കും. അത് ഇനി മാഷ് അത് ധരിക്കണം. ഇനി ഇപ്പോൾ പഴയ ഞാനല്ല. പാർട്ടിയിൽ നിൽക്കുമ്പം പാർട്ടി പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പം പാർട്ടിയല്ല, എനിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറയാൻ പറ്റും. ആ തുറന്നു പറയുമ്പം എൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നവർ കുറേ ഉണ്ട് എന്നുള്ളത് മാഷും മനസ്സിലാക്കണം, അത് പാർട്ടിയും മനസ്സിലാക്കണം. ഈ തീരുമാനമൊക്കെ എടുത്ത് ഇ പി ജയരാജൻ താങ്കളുടെ എ പി ജയരാജന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ താങ്കളെ സമീപിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ? ഈ തീരുമാനം പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇ പി ജയരാജന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നോ? ഈ പി എന്നോട് പറഞ്ഞു മത്സരിക്കാനൊന്നും പാടില്ല, മത്സരിക്കുന്നതിനെല്ലാം വി പി എതിരായിരുന്നു. ഞാൻ ജയരാജനെ പിന്നീട് കണ്ടിട്ടൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ പിന്നെ കാണണം തോന്നി, കണ്ടിട്ടില്ല. ജയരാജനെ ഇതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഈ കാര്യം ഞാൻ സംസാരിച്ചപ്പോൾ കുറേ എന്തായാലും നിരുത്സാഹപ്പെടുത്തി. ഈ സംഭവങ്ങളൊക്കെ വലിയൊരു സങ്കടം തന്നെയാണ് മാഷെ അത് സംബന്ധിച്ച്. അത് യാതൊരു സംശയമില്ല. ഇപ്പം എനിക്കിപ്പോൾ ഒരു MLA ആയിട്ട് കൂടി താൻ എടുത്ത തീരുമാനം ശരിയാണ് എന്ന് തെളിഞ്ഞിട്ട് കൂടി ആ പാർട്ടി എന്നുള്ള ആ ഒരു വികാരത്തിൽ നിന്നും അതെ അത് ഇപ്പോഴും ഞാൻ അതുകൊണ്ട് എന്നെ പല പാർട്ടിക്കാരും വിളിക്കുന്നുണ്ടായിരുന്നു. പല പാർട്ടിക്കാരും വിളിച്ചു പാർട്ടിയിൽ ചേരാൻ വേണ്ടി. ഏതൊരു പാർട്ടിക്കാർ പറഞ്ഞ പാർട്ടി ഇത് ചുമതല നിങ്ങൾ എടുക്കണം, എന്നിട്ട് നിങ്ങൾ തന്നെ മറ്റൊരു പാർട്ടിക്കാർ സഹകരിച്ചിട്ടുണ്ട്. CMB ഇല്ലേ, ജോണും ഞങ്ങൾ സംസാരിച്ച ഞാൻ ആ ജോണിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പാർട്ടിക്കാരും എന്നെ വിളിച്ചിരുന്നു. പക്ഷേ പല പാർട്ടിക്കാരുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞു ഒരു പാർട്ടിയിലേക്ക് ഇനി ഞാനില്ല. കാരണം ഞാൻ 10-60 വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയ ആളാണ്. ഇനി പുതിയൊരു പാർട്ടി പോയിട്ട് ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനൊന്നും ഞാനില്ല. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിന് എനിക്ക് ബഹുജനങ്ങളുടെ പിന്തുണ നൽകി. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടൊരു MLA ആയി. ആ MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ജനങ്ങളെ രാഷ്ട്രീയഭേദം മറന്നുകൊണ്ട് മാർക്സിസ്റ്റുകാർ എല്ലാവരും എൻ്റെ സഹായത്തിന് വരുന്നത്, ആര് വന്നാലും ഒരു MLA എന്നുള്ള നിലക്കുള്ള സഹായം ജനങ്ങൾക്ക് നൽകുക, നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഈ ഒരു ലക്ഷ്യം മാത്രമേ എന്നെ സംബന്ധിച്ച് ഇനിയുള്ളൂ. അല്ലാണ്ട് ഇനി ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോയി പ്രവർത്തിക്കണം, പാർട്ടിൻ്റെ ഭാഗമായി മാറണം എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ MLA ആയതിനു ശേഷം പാർട്ടിയുടെ മറ്റ് സംവിധാനങ്ങൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇതൊക്കെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ആദ്യമൊക്കെ ചില മടി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാൻ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മീറ്റിംഗൊക്കെ വിളിച്ച് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വന്നിരിക്കുന്നു. എല്ലാവരും സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു ഗവൺമെൻറ് സംവിധാനമല്ലേ. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ സ്ഥാപനമല്ലല്ലോ. അത് ഗവൺമെൻറ് ഭാഗമല്ലേ. MLA ഗവൺമെൻറ് ഭാഗമല്ലേ. പഞ്ചായത്തിനും MLAക്കും സഹകരിക്കാതെ പ്രവർത്തനം നടത്താൻ കഴിയുമോ? MLAക്ക് ഗവൺമെൻറ് ഭാഗമായിട്ട് കുറേ പ്രവർത്തനം നടത്താൻ കഴിയും. പഞ്ചായത്തും സഹകരിച്ചു കഴിഞ്ഞാലാണ് നാട്ടിൻ്റെ വികസന പ്രവർത്തനം നടക്കുക. അപ്പോൾ അത് പഞ്ചായത്തെല്ലാം സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് വികസന പ്രവർത്തനം നടത്താമെന്നുള്ളത്. അല്ലാണ്ട് സങ്കുചിതമായ രാഷ്ട്രീയം ഞാൻ ഇതിൽ കാണുന്നില്ല. UDFൻ്റെ പിന്തുണയിട്ടുള്ള ഒരു MLA ആണ് ഞാൻ എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും UDFൻ്റെ ആളുകൾ അവരുടേതായ ഒരു MLA ആയിട്ട് അവർ കണക്കാക്കും. ഞാൻ എല്ലാവരുടെയും MLA ആണ്. അത് അവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും MLA ആണ്. അതുകൊണ്ട് എന്നെ ആര് സമീപിച്ചാലും, ഏത് പാർട്ടി ഏതൊരവസ്ഥ സമീപിച്ചാലും ഞാൻ അവർക്ക് ഒരു MLA എന്നുള്ള നിലക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ LDF സംവിധാനത്തിൽ നിന്ന് മാറി UDF സംവിധാനത്തിലേക്ക് വന്നു. ഇത്രയും കാലം UDFനെ അതിശക്തമായി വിമർശിച്ച ഒരു നേതാവ് കൂടിയാണ് TK ഗോവിന്ദൻ. അതിൽ നിന്ന് മാറി ഒരു UDF പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ആ ഒരു മാറ്റം എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? UDFിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ UDFിൽ
ൻ്റെ സപ്പോർട്ട് UDF പിന്തുണക്കുന്ന സ്വതന്ത്രന്മാരാണ്. അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ UDF നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ അവർ പറഞ്ഞ മാഷ നിലപാട് നിന്നാൽ മതി. ആരും എന്നോട് കോൺഗ്രസ് ആവണമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ആരും കോൺഗ്രസ് ആവണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ നിലപാടിൽ നിൽക്കുക. പക്ഷേ UDFന് പിന്തുണ കൊടുക്കും. കാരണം UDFന് പിന്തുണ ഉണ്ടായിട്ടുള്ളൂ. ഗവൺമെൻറ്റിൽ വരുമ്പോൾ UDFന് പിന്തുണ കൊടുക്കണം. സ്വാഭാവികമായും ഗവൺമെൻറ് നയത്തോടൊപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. ഗവൺമെൻറ് എന്നാൽ ഗവൺമെൻറ് നയത്തിൽ കാണുന്ന വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്. അത് UDFൻ്റെ ആളുകൾ, കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ട് മാഷ നിലപാടിൽ നിൽക്കാം. ആ നിലപാടിലേക്കൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ വിഴിഞ്ഞത്തിലെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുന്നു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് PM ശ്രീ LDF സർക്കാരാണ് ഒപ്പിട്ടതെങ്കിൽ കൂടി അതിൻ്റെ തുടർ നടപടികളിലേക്ക് വീണ്ടും UDF പോകുമ്പോൾ ഇതിനൊക്കെ മാഷയ്ക്ക് എതിരഭിപ്രായമില്ലേ? ഞാൻ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അത് വലിയ കാര്യമാണ്. പക്ഷേ PM ശ്രീൻ്റെ കാര്യം പറയാം. PM ശ്രീൻ്റെ കാര്യത്തിൽ പാർട്ടിയിൽ തന്നെ ചർച്ച നടന്നിരുന്നു. PMCയിൽ ഒപ്പിട്ടത് ശരിയായിട്ടില്ല. കടുത്ത വിമർശനം പാർട്ടിയിലുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടിയിലുണ്ടായിരുന്നു, SFIയിലുണ്ടായിരുന്നു, പിന്നെ DYFിലൊക്കെ ഉണ്ടായിരുന്നു. PMCയിൽ ഒപ്പിട്ട നിലപാട് ശരിയായിട്ടില്ല. മാത്രമല്ല മുന്നണിക്കകത്ത് CPIയും ശക്തമായ നിലപാട് സ്വീകരിച്ചു. CPIയും ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് PMCയിൽ ഒപ്പിട്ടെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ എഴുതി കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നടപ്പിലാക്കാനില്ല, മരവിപ്പിക്കണം എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരേ ചോദ്യം, PMCയിൽ ഒപ്പിട്ടത് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താ പറയുക? PMCയിൽ ഒപ്പിട്ടത് LDF ആണ്. തന്നെയാണ് മുഖ്യമന്ത്രി അവർ മുഖത്ത് നോക്കി പറഞ്ഞത്. PMCയിൽ ഒപ്പിട്ടത് LDF ആണ്. ഒപ്പിട്ടതിനെ കുറിച്ച് അന്ന് വിമർശനം ഉണ്ടായല്ലോ. അല്ല, ഒപ്പിട്ടു, അത് മരവിപ്പിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു, അതൊക്കെ കാര്യം. ഇത് നമ്മൾ നടപ്പാക്കില്ല എന്നാണ് UDFന്റെ MLA ഇത് അറബിക്കടലിൽ എറിയും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഇനി അത് നടപ്പാക്കില്ല എന്നൊരു തീരുമാനമല്ലേ UDFന്റെ ഭാഗത്ത് വേണ്ടിയിരുന്നത്? UDF എന്ത് തീരുമാനിച്ചാലും PMCയുടെ കാര്യത്തിൽ PMC നടപ്പിലാക്കുന്നതിന് പാർട്ടിയിൽ ഞാൻ വിമർശനം വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് എൻ്റെതുള്ളത്. ഈ കോൺഗ്രസിനകത്തും PMC നടപ്പിലാക്കുന്നതിന് എതിരെ അഭിപ്രായമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അകത്ത് PMC നടപ്പിലാക്കുന്നതിനെതിരെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിദഗ്ധ കമ്മിറ്റി അവർ വെച്ചിട്ടുണ്ട്. ആ വിദഗ്ധ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ PMC നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 2 മാസം മുഖ്യമന്ത്രി UDFന്റെ ഭരണം, ആ ഭരണത്തെ ഏത് രീതിയിലാണ്? തൃപ്തനാണോ TK? ഭരണം ഇപ്പോൾ തുടങ്ങിയില്ലേ ഉള്ളൂ, 1 മാസം ആയിട്ടുള്ളൂ. ഭരണത്തിനെ വിലയിരുത്താൻ ആയിട്ടില്ല. ഭരണം ഒരു 10 വർഷം LDF ഭരിച്ച ഒരു നാടാണ് പുതിയൊരു മുന്നണി ഭരിക്കുന്നത്, UDF ഭരിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ UDF നേരിടുന്നുണ്ട്. 10 വർഷത്തെ സംവിധാനം ഇവിടെ നിൽക്കുകയാണ്. ആ സംവിധാനം LDFൻ്റെ സംവിധാനമാണ്. ആ സംവിധാനം ഇനി എന്താക്കി മാറും? UDFൻ്റെ ഭാഗമായി UDFൻ്റെതായ ചില മാറ്റങ്ങൾ അതിൽ വരുത്തും. സ്വാഭാവികമാണ് ഭരണമാറ്റങ്ങൾ. ആ മാറ്റങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഗവൺമെൻറ് കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ മാറ്റങ്ങൾ ഇപ്പോൾ നടത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിൽ ചില പോരായ്മകളൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. ഗവൺമെൻറ് ഇനി കുറച്ചും കൂടി സമയമെടുക്കും ഈ മാറ്റങ്ങളൊക്കെ വരാൻ. ഈ LDFന്റെ ഭരണത്തിൽ പോലീസാണ് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒരു വകുപ്പ്, ആഭ്യന്തര വകുപ്പ്. വലിയ രീതിയിൽ പാർട്ടി കമ്മിറ്റികളിലൊക്കെ തന്നെ വലിയ വിമർശനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു നിയന്ത്രണവുമില്ല, പാർട്ടിക്ക് ഒരു നിയന്ത്രണമില്ലാത്ത ഒരു പോലീസ് സംവിധാനം. അങ്ങനെയായിരുന്നു ശരിക്കും? തീർച്ചയായിട്ടും മുമ്പത്തതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൽ ഇപ്പം കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ ധാരണ, മുഖ്യമന്ത്രിയുടെ ധാരണ, ഈ ഭരണത്തിൽ പാർട്ടി ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. ഭരണത്തിൽ പാർട്ടി മറ്റ് സംവിധാനം ഉണ്ടാവും. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആകുമ്പോൾ ആ നിലപാട് പിണറായിക്കുണ്ടായിരുന്നു? അത് എനിക്കറിയില്ല. ഇപ്പോഴത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാടുണ്ട്. അതുകൊണ്ട് പാർട്ടി ഒന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇടപെടേണ്ട കാര്യമില്ല. താഴെ നിന്ന് ഒരാൾ പോലും ആ ഒരു നിലപാട് വന്നപ്പോൾ പോലീസിനെ സ്വതന്ത്രമായി ഈ പ്രവർത്തിക്കുന്ന ഒരു നിലയുണ്ടായപ്പോൾ പാർട്ടി അണികൾക്ക് പോലും പോലീസിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള വിമർശനം പാർട്ടി ചർച്ചയായിരുന്നു. പാർട്ടി ചർച്ചയുണ്ട്. പാർട്ടിക്കാർക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ പോയി പാർട്ടി പറയുന്നത് അല്ലെങ്കിൽ അനുസരിക്കുന്ന പോലീസ് അല്ല എന്നുള്ള വിമർശനം പാർട്ടിക്കകത്ത് നല്ലോണം ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടിയിൽ മാത്രമല്ല, പല നിലയ്ക്കിലും പാർട്ടിക്കാർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്നുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിയെയും ഭരണത്തെയും അകറ്റി നിർത്തുന്ന ഒരു നില UDF ഭരണത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകരുത് എന്നാണോ TKയുടെ അഭിപ്രായം? അല്ല, പിന്നെ അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭരണത്തിൽ എല്ലാം പാർട്ടിയും ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭരണം അനുകൂലമാവും. അത് ഒരു കണക്കിന് പരിശോധിച്ചാൽ അത് ശരിയുമാണ്. ഭരണത്തിന് ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണല്ലോ ഭരണം, പാർട്ടിയുടെ ഭാഗമാണല്ലോ ഭരണം, അതിന് നിയന്ത്രണം ഉണ്ടാവും.
അത് ഈ LDF ആയാലും UDF ആയാലും ഉണ്ടാവണം. UDFിൻ്റെ സംവിധാനം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം എനിക്ക് അതിനൊന്നും നിശ്ചയമില്ല. LDFിൻ്റെ സംവിധാനത്തിലാണെങ്കിൽ അതിനൊരു പാർട്ടി സംവിധാനം ഉണ്ടാവും. അത് പകരം താഴെ എല്ലാം ഓരോ ഓഫീസും പോലീസ് സ്റ്റേഷനും പാർട്ടി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് ജനങ്ങളിൽ വിഷമം സൃഷ്ടിക്കും. ഇതുപോലെ തന്നെ UDFിൻ്റെ കാര്യത്തിലും UDFിന് എല്ലാം പോലീസ് സ്റ്റേഷനും മറ്റുമെല്ലാം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ അസംതൃപ്തി ഉണ്ടാവും. അത് UDFിൻ്റെ പാഠമായിരിക്കണം.